കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, 2025 നമുക്കെന്നും ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാകുവാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ജീവിതത്തിൽ ഒരുപാട് സങ്കടവും വേദനയും ഒക്കെ ചിലപ്പോൾ 2024 ഉണ്ടായിട്ടുണ്ടാകാം. ബൈബിളിൽ നഷ്ടത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ നഷ്ടത്തിൻ്റെ അവസാനം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു അഭിഷേകം. കിഷ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കഴുതകളെ കാണാതെ പോയപ്പോൾ സാവൂൾ എന്ന മകനെ ഭൃത്യനോട് കൂടെ പറഞ്ഞയക്കുന്നുണ്ട്. 2 ദിവസം അന്വേഷിച്ചിട്ടും കണ്ടെത്തായികയാൽ സാവൂൾ പറയുകയാണ്, അപ്പന് കഴുതയെ നഷ്ടപ്പെട്ടതിനേക്കാളും വേദന മകനെ നഷ്ടപ്പെട്ടതിനാകും. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. സാമുവേൽ എന്ന ഒരു ദീർഘദർശിയെ പ്രവാചകനെ കണ്ടുമുട്ടുന്നുണ്ട് അവർ. ഈ സാമുവേൽ പ്രവാചകൻ അവനോട് ആ ദിവസം അവിടെ താമസിക്കാൻ പറയുകയാണ്. പിറ്റേ ദിവസം സാമുവേൽ സാവൂളിനെ അഭിഷേകം ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി മാറുന്നു. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ അലച്ചിലുകളും അധ്വാനങ്ങളും പാഴായി പോകുന്നു എന്ന് പലവട്ടം നമ്മൾ ഓർക്കുകയോ ചിന്തിക്കുകയോ പരിതപിക്കുകയോ ചെയ്യുമ്പോഴും മനുഷ്യൻ കാണുന്നത് സാവൂൾ അന്വേഷിച്ചതുപോലെ കഴുതകളെയാണ്. പക്ഷെ ദൈവം കഴുതയെ അന്വേഷിക്കുന്നവനെ രാജാവാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. കാണാൻ കഴിയാത്തൊരു അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും മുൻപിൽ ഈ 2025 നാം അന്വേഷിക്കുന്നത് കഴുതയാണെങ്കിൽ കർത്താവ് അന്വേഷിക്കുന്നത് കഴുതയെ അന്വേഷിക്കുന്നവനെ രാജാവാക്കി മാറ്റാനാണ്. അന്വേഷിച്ചിട്ട് കണ്ടെത്താതെ വരുമ്പോൾ ഒരു നിരാശ, അധ്വാനത്തിൻ്റെ ക്ലേശം, ഭാരം, ഭയം, ഉത്കണ്ഠ ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് നങ്കുരമിടുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകുവാൻ ഈ ഒരു കാലതാമസം, ഈ ഒരു അധ്വാനം നമ്മെ വലിയ ഫലങ്ങൾ സ്വന്തമാക്കാൻ, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ ദൈവം ഈ തടസ്സങ്ങൾ, ഈ അലച്ചിലുകൾ, ഈ അധ്വാനം കാരണമാകും. പ്രിയമുള്ളവരെ, ഈ 2025 ദൈവം നിനക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ, ദൈവത്തിലേക്ക് മിഴികൾ ഉയർത്താൻ ഈ ഒരു അവസരം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 2025 ദൈവം നമുക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് അവിടുത്തെ മുമ്പിൽ പ്രാർത്ഥിക്കാം. പ്രത്യാശയോടെ ആയിരിക്കാം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ അധ്വാനങ്ങൾ ഈ ലോകത്തിൻ്റെ നശ്വരമായ കാര്യങ്ങൾക്കാണെങ്കിൽ കർത്താവ് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അത് കാണാനുള്ളൊരു കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ഒരു പുതിയൊരു വർഷം എന്നും അനുഗ്രഹമായി മാറട്ടെ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക്
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.